വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ തിരുവചനങ്ങൾ. പിശാച് ബാധിതൻ യേശുവിനെ പ്രസംഗിക്കുവാൻ ഒരുക്കമായിരുന്നു. അവൻ പറഞ്ഞതും ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്നത് ശരി തന്നെയായിരുന്നു. എങ്കിലും അവനെ സംസാരിക്കുവാൻ യേശു അനുവദിച്ചില്ല. അതിന് കാരണം കർത്താവിൻ്റെ രക്ഷാകര ശക്തിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള അടവായിട്ടാണ് അശുദ്ധാത്മാവ് തൻ്റെ ഇരയെ പ്രഘോഷകനാക്കി മാറ്റിയത്. യേശുവിനെക്കുറിച്ച് പരസ്യമായി സാക്ഷ്യം നൽകുന്നു എന്നതുകൊണ്ട് മാത്രം ദൈവാത്മാവ് ഒരുവനെ നയിക്കുന്നത് എന്ന് പറയാനാകില്ല. ഒരുപക്ഷെ രക്ഷയിൽ നിന്നും ഒരുവനെ അകറ്റി നിർത്തുന്നതിന് പിശാചിൻ്റെ ഏറ്റവും തന്ത്രപരമായ അടവായിരിക്കും ഒരുവനെ വചനം പ്രഘോഷകനായി കാണിക്കുക എന്നത്. വചനം പ്രഘോഷിക്കുന്ന ഒരുവനും ദൈവത്തെ തന്നെയോ അയാളെ മറ്റുള്ളവരെയോ മോശക്കാരനായി കണക്കാക്കുകയില്ല. തന്നെ നീതിമാനെന്ന് കണക്കാക്കി പശ്ചാത്തപിക്കാതിരിക്കുവാനും അതുവഴി സ്വയം വഞ്ചിക്കുവാനും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള അടവായിട്ടാണ് പ്രഘോഷകൻ്റെ മുൻപിൽ സാധ്യതകളുണ്ട്. യേശുവിന് വേണ്ടത് നമ്മുടെ സ്തുതിപ്പുകളല്ല, മറിച്ച് നമ്മെ തന്നെയാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. നമ്മെ ജീവികളുടെ അർത്ഥമായ ശംശന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.